ഹലോ ഗേൾസ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമുക്ക് ലഞ്ച് ബോക്സിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കഞ്ഞീരുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കാന്താരി ചമ്മന്തി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനാണെങ്കിൽ ഇന്ന് പറമ്പിൽ പോയി നോക്കിയപ്പം ഇഷ്ടംപോലെ കാന്താരി ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു. കുറച്ചൊക്കെ പൂവായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ അതിൽ കുറച്ച് പഴുത്ത കാന്താരി മുളകൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം കാന്താരി എന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മഴയൊക്കെ ആയതുകൊണ്ട് കുറേയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ കാന്താരിയൊക്കെ നമ്മൾ എടുത്ത് ഇത്രയും അധികം കാന്താരി ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ കുറച്ച് ചുവന്ന കാന്താരിയൊക്കെ പിന്നെ അതിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ നല്ലതുപോലെ വാഷ് ചെയ്യണം. ഇപ്പം ലോകത്തില്ലാത്ത ഒരു അസുഖവും ഇല്ല. അപ്പം എല്ലാ അസുഖങ്ങളും ഉണ്ട്. അപ്പം നമുക്കറിയാൻ പറ്റില്ല എന്തൊക്കെ അസുഖങ്ങളാണെന്ന്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വാങ്ങിച്ചാലും വെജിറ്റബിൾസ് വാങ്ങിച്ചാലും നമ്മൾ നല്ലതുപോലെ കഴുകണം. അതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ കാന്താരി കഴുകിയിട്ട് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരമുറി തേങ്ങയാണ് ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം തേങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പം അരമുറി തേങ്ങ മാത്രമാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ 5 ചെറിയ ഉള്ളി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം വേണം ഇടാൻ. പിന്നെ ഇച്ചിരി ഒരു പുളിയും പിന്നെ കൂടാതെ 4 വെളുത്തുള്ളി നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ നമ്മളവിടെ പറമ്പിൽ നിന്നെടുത്ത് കഴുകിയ കാന്താരി അതിലോട്ട് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനുശേഷം നല്ലതുപോലെ അടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് തിന്നാനായിട്ട്. ചോറൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലത്തെ ഉണ്ടാക്കി കൊടുത്തിരുന്നുണ്ടെങ്കിൽ അവർ അത്രയും കഴിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.